പാലക്കാട് കോൺഗ്രസ് SDPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായി പ്രവർത്തിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ചെന്നാണ് രാഹുൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായിട്ട്. അരുൺ, പാലക്കാട് ഗ്രീൻ ആർമിയാണ് എന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. പാലക്കാട് കോൺഗ്രസ് ജയിച്ചതിന് പിന്നിലും SDPI തന്നെ. രാഹുൽ വെൽഫെയർ ഓഫീസിലെത്തിയതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ട് മാത്രം തന്നെയാണ് പാലക്കാട് കോൺഗ്രസ് വിജയിച്ചതിന് തെളിവ് കൂടെയല്ലേ ഇത്? തീർച്ചയായിട്ടും രജനി, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത് വർഗീയതയ്ക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്നായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചിരുന്നു, ഈ SDPI അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നു. വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുമോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചോദിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അതിന് കൃത്യമായ ഉത്തരം പറയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പവും അതുപോലെ തന്നെ SDPI നേതാക്കൾക്കൊപ്പവും നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ഓഫീസിൽ ഉൾപ്പെടെയാണ് രാഹുൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ കാണുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള പള്ളിക്ക് മുന്നിൽ നിന്നുള്ള ചിത്രത്തിൽ SDPI നേതാക്കളും ഒപ്പം തന്നെ SDPI നേതാക്കളുടെ കയ്യിൽ ഈ SDPI പള്ളികൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ കോൺഗ്രസ് അടിച്ചു നൽകി SDPI വിതരണം ചെയ്തു എന്ന് BJPയും CPM ഉൾപ്പെടെ പറഞ്ഞിരുന്ന ആ ഒരു ലഘുലേഖ അത് ഈ രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും അത് ഈ BJPയുടെയും മറ്റുമൊക്കെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായി മാറിയിരിക്കുന്നു. SDPI പള്ളികൾ കേന്ദ്രീകരിച്ച് ലഘുലേഖ വിതരണം നടത്തിയത് അത് കോൺഗ്രസ് അനുവാദത്തോടു കൂടെയാണ് എന്ന് പറഞ്ഞതായിരുന്നു BJP ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണമായി ഉയർന്ന വിഷയമായിരുന്നു. അതായത് പാലക്കാട് ഈ കോൺഗ്രസ് വലിയ രീതിയിൽ മതപ്രീണനം നടത്തിയിട്ടുണ്ട്. ഈ SDPI ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ വോട്ട് നേടിക്കൊണ്ടാണ് ഇത്തരമൊരു വിജയം നേടിയിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും ഇത്തരത്തിൽ വർഗീയ സംഘടനകളെ അവരുടെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരിൽ നിന്നും വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു നീക്കം അത് വരും കാലത്ത് തന്നെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് BJP ആയാലും CPM ആയാലും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ ഫോട്ടോകൾ ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ അതിൽ SDPI നേതാക്കളെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയും കാണാൻ കഴിയും. അപ്പോൾ അരുൺ, നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം വിക്ടോറിയ കോളേജിന് മുന്നിൽ SDPI പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനവും ഒപ്പം ഒരു പ്രസംഗം പോലെ അവർ പറയുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കൊടുത്തതാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത് കോൺഗ്രസ് എപ്പോഴും ഈ വർഗീയ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ജയിക്കുന്നതിന് വേണ്ടി അവർ ഏത് വർഗീയവാദികളുടെയും കൂട്ടുപിടിക്കും. തീർച്ചയായും രജനി, ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വിജയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ച് അത് സമൂഹത്തിന് തന്നെ ആപത്താവുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു BJP ആയാലും മറ്റും ഉന്നയിച്ചിരുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഈ ഒരു ചിത്രങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്ത് വളരെ ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് ഈ ചിത്രങ്ങളിൽ ഒന്നിൽ കൃത്യമായിട്ട് തന്നെ ഈ SDPI വിതരണം ചെയ്തു, പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്തു എന്ന് പറയുന്ന ലഘുലേഖ രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എത്രത്തോളം ആപത്കരമാണ് ഈ സാഹചര്യം എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിച്ചപ്പോൾ അത് കൃത്യമായിട്ടൊരു N ബ്ലോക്ക് ആയിക്കൊണ്ട് തന്നെ UDFിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് ന്യൂനപക്ഷ മേഖലകളിലെ വോട്ട് ശതമാനവും ആ വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചതൊക്കെ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. അതേതായാലും
കോൺഗ്രസിന്റെ ഇത്തരമൊരു വിജയത്തിലേക്ക് വഴിവെച്ചത് ഈ കൃത്യമായിട്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റായ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടാണ് എന്നുള്ളതാണ് നേരത്തെ BJP ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ ഈ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഖുറാനിൽ വരെ സത്യം ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് വോട്ട് തേടിയിട്ടുണ്ട് കോൺഗ്രസ്. അതിന് ഈ SDPI-യെയും ജമാഅത്ത് ഇസ്ലാമിയെയും കൃത്യമായ ഉപകരണങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതൊക്കെ ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ചിത്രങ്ങൾ. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ നേതാക്കൾക്കൊപ്പം നിൽക്കുന്നതാണ് ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു ചിത്രത്തിൽ SDPI നേതാക്കൾക്കൊപ്പം നിൽക്കുന്നു. ആ SDPI നേതാക്കളുടെ കയ്യിൽ അവർ പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്ത ലഘുലേഖ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരി, എന്തായാലും പാലക്കാട് കോൺഗ്രസ് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുമായി പ്രവർത്തിച്ചെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ജനം TV ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നിലും SDPI മത തീവ്രവാദ ശക്തികൾ തന്നെയാണ് എന്നുള്ള കാര്യം BJP നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഊട്ടി ഉറപ്പിക്കുന്നത് കൂടിയാണ് ഈ ചിത്രങ്ങൾ.